നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചേച്ചി, ഓ അതോ, അത് അപ്പന്റെ ഒരു പുരാവസ്തുവാ. പണ്ടെന്നോ മോഷ്ടിച്ചെടുത്ത തൊണ്ടി മുതല പുറത്തിറക്കിയ അപ്പോ മോട്ടോർ വാഹന വകുപ്പ് വരെ പൊക്കും. അല്ല ചേച്ചി ഈ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? വാ ചേച്ചി, കേറി വാ. വാച്ചി, അമ്മാ, അമ്മാ, ഇതാണ് ദേവുട്ടേച്ചി പൂക്കടയിലെ. മോളെ സുഖല്ലേ? അപ്പ അപ്പനങ്ങ് വാ. അപ്പനേക്കാൾ പ്രായമുള്ള അപ്പന്റെ കാറ് കണ്ടിട്ട് ചേച്ചിക്കങ്ങ് പിടിച്ച പോലെയുണ്ട് അല്ലേ ചേച്ചി? മോളെ, ഇവൻ ഏതു നേരം മോളുടെ കാര്യം പറയും. അപ്പോഴൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിക്കും. എന്തായാലും മോള് വന്നല്ലോ, സന്തോഷം. ഇരിക്കെ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അമ്മേ, അത് പറയാൻ മറന്നു. ദേവുട്ടേച്ചിയുടെ അനിയത്തിയാണ് അഖില. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ആ കുട്ടി. അതെയോ? വെറുതെ അല്ല, സ്വന്തം ചേച്ചിയെ പോലെയാണെന്ന് തോന്നിയത്. ദേവി എല്ലാം കൂടി ചേർത്ത് വെക്കും അല്ലേ മോളെ? എന്നെ ചേച്ചിക്ക് ഇഷ്ടമാണെന്ന്. കേട്ടോപ്പാ, നേർവഴിക്ക് പോയാലേ എനിക്ക് നല്ല ഭാവിയുണ്ടെന്ന്. എനിക്ക് അഖിലെ കല്യാണം കഴിച്ചിരുന്നതില് ചേച്ചിക്ക് എതിർപ്പൊന്നുമില്ലാന്ന്. എന്ത് മനസ്സിലായ? ഇനി ഞാൻ മോഷണത്തിന് ഇറങ്ങാൻ പാടില്ലാന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? ഓ, അതിനെന്താ, ഞാൻ കാത്തിരിക്കാം. മോള് പറയുന്ന ഈ കാര്യം ഞാൻ ഇവനോട് പണ്ടേ പറയുന്നതാ. പക്ഷേ ദേ, ഈ അപ്പനാ ഇവന് ഓരോന്ന് പറഞ്ഞ് കുത്തിയിളക്കി വിടുന്നത്. കിഷ, നീ തന്നെ ചേച്ചിക്ക് മറുപടി പറഞ്ഞു കൊടുക്ക്. ഇനിയും അപ്പം പറയുന്ന കേട്ട് നീ വല്ല പണിക്കും ഇറങ്ങോ? ഒരിക്കലുമില്ലമ്മേ. ഈ അപ്പനെന്നല്ല, അതിലും വലിയ ആള് വന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു കാര്യത്തിനും ഞാൻ ഇറങ്ങില്ല, സത്യമായിട്ടും. പിന്നെ കാത്തിരിക്കുന്ന കാര്യം, എത്ര കാലം കാത്തിരിക്കാനും എനിക്കൊരു വിഷമവുമില്ല. അവൾ എന്നോട് പിണങ്ങാതിരിക്കണം, അവൾ എന്റേതായിരിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. അപ്പനെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ, കേട്ടേ, എല്ലാം മനസ്സിലാവുന്നുണ്ട്. ശരി, ഞാൻ അവനെ പ്രേരിപ്പിച്ചാൽ മാത്രമല്ലേ കുറ്റമുള്ളൂ. ഇനി പ്രേരിപ്പിക്കുന്നില്ല.
ഇങ്ങനെയുള്ള ഒരു കാര്യം അവനോട് സംസാരിക്കുന്നില്ല പോരെ. ഉം. മതി മതി അത് മതി. അതെ, കുട്ടികൾക്കൊരു നല്ല ഭാവി ഉണ്ടാവുന്നെങ്കിൽ അതില് നമുക്ക് സന്തോഷിക്കാം. അല്ലാതെ ഇവര് കട്ടും മോഷ്ടിച്ചും കൊണ്ടുവരുന്ന കണ്ട് സന്തോഷിക്കാൻ നിൽക്കുന്നത് ഒരപ്പനും ചേർന്ന പണി അല്ല.